മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഷംല ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നു. കൺഗ്രാറ്റുലേഷൻസ്, ഹാർട്ടി കൺഗ്രാറ്റ്സ് ഷംല. താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു അവാർഡ് പ്രതീക്ഷിച്ചിരുന്നോ? എന്താണ് ഈ അവാർഡ് പ്രഖ്യാപനം വന്നപ്പോൾ മനസ്സിൽ ആദ്യം തോന്നിയത്? ഫൈനൽ ലിസ്റ്റിൽ വന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. അതിൽ തന്നെ വന്നതിൽ ഒരുപാട് സന്തോഷമായി. അത് തന്നെ ഒരു വലിയ അവാർഡ് കിട്ടുന്ന പോലെ തന്നെയാണ്. കാരണം കൂടെയുള്ള മത്സരാർത്ഥികളെല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്. പിന്നെ അവാർഡിൻ്റെ റിസൾട്ട് വന്നപ്പം ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ആൻഡ് ഈ ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സിനിമയ്ക്കും ഞങ്ങളുടെ ക്രൂവിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു അവാർഡാണ്. ഞങ്ങളുടെ സിനിമയ്ക്ക് കിട്ടിയ എല്ലാ അവാർഡും ഞങ്ങളുടെ സിനിമയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. ഷംല, നിരൂപക പ്രശംസ ഒരുപാട് പിടിച്ചു പറ്റിയ ഒരു പടമാണ് ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ളത്. അത് പല തലങ്ങളിൽ പല രീതികളിൽ വ്യാഖ്യാനിക്കപ്പെട്ട പടം കൂടിയാണ്. അപ്പോൾ അത് പറയുന്ന ഒരു വിഷയം, അത് എടുത്തിരിക്കുന്ന രീതി, ഇതെല്ലാം വളരെ വളരെ സ്പെഷ്യലാണ്, വളരെ പ്രത്യേകത നിറഞ്ഞാണ്. അങ്ങനെ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എന്താണ് ഷംല ഹംസക്ക് തോന്നുന്നത്? വളരെ അഭിമാനം തോന്നുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു മെസ്സേജ് നമ്മൾ എപ്പോഴും നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജാണ്. ഏത് ഏരിയയിലാണെങ്കിലും, ഇപ്പോൾ വീട്ടിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും എല്ലായിടത്തും എല്ലാവരും ഫേസ് ചെയ്യുന്ന, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഫേസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അതിങ്ങനെ ഒരു വീടിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തു എന്നേ ഉള്ളൂ. പക്ഷെ അത് ആ ഒരു സബ്ജക്റ്റ് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ എനിക്കൊരുപാട് സന്തോഷം. പിന്നെ ആസ് ആൻ ആക്ടർ തീർച്ചയായിട്ടും ഇത് അത്രയും പെർഫോമൻസ് ഉള്ള ഒരു കഥാപാത്രമാണ്. അപ്പം അതും ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷിക്കുന്നു ഈ സമയത്ത്. ഒരു കാര്യം കൂടി ഷംല ഈ ഘട്ടത്തിൽ ചോദിക്കാൻ തോന്നുകൊണ്ടാണ്, എങ്ങനെയാണ് ഷംലയിലേക്ക് ഈ ക്യാരക്ടർ എത്തിയത്? ഒപ്പം തന്നെ അതിനുവേണ്ടി മുന്നൊരുക്കങ്ങൾ എന്തായിരുന്നു നടത്തിയത്? ഇത് എൻ്റെ ആദ്യത്തെ സിനിമ 1001 നുണകളാണ്. അതിൻ്റെ ഡയറക്ടർ താമർ KV ആൻഡ് അതിൻ്റെ സ്പോട്ട് എഡിറ്റർ ഫാസിൽ മുഹമ്മദ്, അതായത് ഫെമിനിച്ചി ഫാത്തിമേൻ്റെ ഡയറക്ടർ. പിന്നെ എൻ്റെ കോ ആക്ടർ ആയിരുന്നു സുധീഷ് സ്കറിയ. താമറും സുധീഷും ഫാസിലും കൂടെയാണ് എന്നെ ഈ ഒരു ക്യാരക്ടറിലേക്ക് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും 1001 നുണകൾ എന്ന സിനിമയിൽ നിന്നാണ് ഞാൻ ഈ ഒരു ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് അങ്ങനെയാണ് എത്തിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലേക്കുള്ള പ്രിപ്പറേഷൻ ആണോ, എങ്ങനെയാണ് ക്യാരക്ടറിലേക്ക് വന്നതെന്നാണോ ചോദിച്ചത്? അതെ അതെ അതെ, പറയൂ. ഇതിന് മുന്നൊരുക്കങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇതൊരു 3 കുട്ടികളുടെ അമ്മയായിട്ടുള്ളൊരു കഥാപാത്രമാണ്. ആ സമയത്ത് ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ ഏകദേശം അങ്ങനെ തന്നെയായിരുന്നു. ബിക്കോസ് എൻ്റെ മോളുണ്ടായിട്ടൊരു 6 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ഈ സിനിമയിലേക്ക് വരുമ്പം. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ അത്യാവശ്യം കുറച്ച് ഒരു 3 കുട്ടികളുടെ അമ്മ അങ്ങനെയുള്ളൊരിതായിരുന്നു. പിന്നെ എനിക്ക് എന്തോ ഈ കഥാപാത്രം എനിക്ക് പരിചയമുള്ള ഒരാളെ പോലെ തോന്നി. അപ്പം അധികം മുന്നൊരുക്കങ്ങളൊന്നും വേണ്ടി വന്നിട്ടില്ല. ഞാൻ കണ്ട ആളുകളെ പോലെയുള്ള ഒരു കഥാപാത്രമായിട്ടാണ് തോന്നിയത്. ഷംല ആർക്കാണ് ഈ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? സ്റ്റേറ്റ് അവാർഡാണ്, ഒരു ആക്ടർ എന്ന നിലയിലുള്ള ഒരു വലിയ അംഗീകാരമാണ്. അതെ, ഇത് തീർച്ചയായിട്ടും എൻ്റെ ഫാമിലി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡിൻ്റെ, ഞാൻ എല്ലാവരും എടുത്ത് പറയുന്നില്ല, എൻ്റെ ബ്രദറിനിലോ, എൻ്റെ സിസ്റ്റർ, എൻ്റെ ഉമ്മ, ഉപ്പ. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ഈ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ലായിരുന്നു. ബിക്കോസ് എൻ്റെ ഉമ്മ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉപ്പയും, പിന്നെ എല്ലാവരും, എൻ്റെ കുടുംബത്തിലെ എല്ലാവരും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ സിനിമയിലെ ക്രൂവാണ്. തീർച്ചയായിട്ടും എൻ്റെ കൂടെ അഭിനയിച്ച അഷ്റഫ് എന്ന കഥാപാത്രം ചെയ്തത് കുമാർ സുനിൽ എന്ന് പറഞ്ഞൊരു സീനിയർ ആക്ടറാണ്. അദ്ദേഹം അങ്ങനെ ഒരു സ്വഭാവം എനിക്ക് ഈ ക്യാരക്ടറിൽ, അഷ്റഫായിട്ട് എൻ്റെ ഭർത്താവായിട്ട് അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് എനിക്ക് ഫാത്തിമയായിട്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയ, ഞാൻ ഈ അവാർഡ് സമർപ്പിക്കാനും പിന്നെ ഞാൻ ഈ അവാർഡ് ഇവരുമായിട്ടാണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കുടുംബവും, കുമാർ ചേട്ടൻ, വിജി വിശ്വനാഥ്, രാജി, ഫാസിൽ, താമർ, സുധീഷ് സ്കറിയ, എല്ലാവർക്കും, എൻ്റെ സിനിമയിലുള്ള എല്ലാവർക്കും വേണ്ടിയും. യെസ്, ഏറ്റവും ഒടുവിലായി വന്ന പേരുകളിൽ ഷംലയുടെ പേരുണ്ടായിരുന്നു, ജ്യോതിർമയുടെ പേരുണ്ടായിരുന്നു, അനശ്വരയുടെ പേരുണ്ടായിരുന്നു, ഒപ്പം ദർശന രാജേന്ദ്രന്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാം വെച്ചുകൊണ്ട് ഒരു പടി മുകളിൽ എന്ന ഒരു തീരുമാനത്തിലേക്ക് വന്നപ്പോഴാണ് ഷംല ഹംസയുടെ പേര് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് കൂടെ അവാർഡ് വാങ്ങിയവരോടും അല്ലെങ്കിൽ പരിഗണിക്കപ്പെട്ടവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ആക്ച്വലി അവരുടെ കൂടെയാണ് ഞാൻ മത്സരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെയാണ് എൻ്റെ പേര് വന്നത് എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു അവാർഡ് കിട്ടിയ പോലെയാണ്. കാരണം അവർക്കും ഉള്ളൊരു നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. താങ്ക് യു സോ മച്ച് ഷംല ഹംസ ജോയിൻ ചെയ്തതിന്. എന്തായാലും ഒരുപാട് സിനിമ അനുഭവങ്ങൾ പുതുതായി ഉണ്ടാകട്ടെ, ഇനിയും ഒരുപാട് അവാർഡുകൾ കിട്ടട്ടെ, അങ്ങനെ ഒരുപാട് നാൾ ഈ സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് ഷംല.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.